കോൺഫിഡന്റ് റോയി CJ റോയിയുടെ മരണം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ദുരൂഹതകൾ നീങ്ങുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ട് റോയിയെ പോലെയുള്ളൊരു വലിയ ബിസിനസ്സുകാരൻ ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു എന്നുള്ളതാണ്. ആത്മഹത്യയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ട്. ഇന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരിക. അതിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റോയിയുടെ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പുറത്തു വന്ന ആത്മഹത്യാക്കുറിപ്പിൻ്റെ രീതിയിലുള്ള ഡയറി കുറിപ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ കാലേകൂട്ടി റോയി ഇത്തരം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു, അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഈ വിഷയത്തിൻ്റെ ഒരു ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെ കൃത്യമായി എന്തുകൊണ്ട് CJ റോയിയെ പോലെയുള്ള ഒരു വലിയ വ്യവസായി ഇത് ചെയ്തു എന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വ്യവസായ ലോകം ടാക്സ് ടെററിസം എന്നാണ് റോയിയുടെ ആത്മഹത്യയെ വിശേഷിപ്പിച്ചത്. മറ്റൊന്നുമല്ല, ഈ പരിശോധനകളുടെ പേരിൽ ഉദ്യോഗസ്ഥർ വല്ലാത്ത തോതിൽ റോയിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള തരത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ രണ്ടാമത്തെ ഗ്രാഫിക്സ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദിയെ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ എക്സിൽ വ്യവസായ ലോകം ഇത് പോസ്റ്റ് ചെയ്തത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. കടുത്ത രോഷത്തിലാണ് വ്യവസായ ലോകം, സംശയമില്ല. അത് ആ വ്യവസായ ലോകത്തെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ കടങ്ങളില്ലാത്ത, ലോണില്ലാത്ത ഒരു വ്യവസായി എന്ന രീതിയിൽ റോയിയെ പല രീതിയിൽ വിശേഷിപ്പിച്ചിരുന്നു. റോയിയുടെ ഇടപാടുകാരൊക്കെ സംതൃപ്തരായിരുന്നു. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് റോയി എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. ഡാനി, CJ റോയിയുടെ മരണം വ്യവസായ ലോകത്ത് സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. ഡാനി നിൽക്കുന്ന കൊച്ചിയിലും മറ്റും നിരവധി ഫ്ലാറ്റ് സംരംഭങ്ങളിലൂടെ 25ഓളം പ്രോജക്റ്റുകൾ കൊച്ചിയിൽ മാത്രം റോയിയുടേതായി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെയൊക്കെ അത്യാവശ്യം സംതൃപ്തരായ ഇടപാടുകാരുമാണ്. കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഇനിയും നമ്മുടെ രാജ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം. വ്യവസായികൾക്ക് സ്വാഭാവികമായും നീതി ലഭിക്കണം. മറ്റെന്തെങ്കിലും കാരണങ്ങൾ പിന്നിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും വേണം. അതിനുള്ള ശ്രമത്തിലാണോ ഇപ്പോൾ SIT? രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തിനിങ്ങനെ ചെയ്തു എന്നത് വലിയ ചോദ്യമാണ്. അതൊരു ഇത്രയും വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു ബിസിനസ് സംരംഭകൻ ഇദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നതാണ് വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾ കഴിയുമ്പോഴും അത്തരം ഒരു ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്, അതൊട്ടും കുറയുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയാവുന്ന, വിലയിരുത്താവുന്ന ഡയറി കുറിപ്പുകൾ 9 പേജുള്ള കുറിപ്പുകൾ കണ്ടെത്തുന്നതുകൂടി അത് വലുതായി തന്നെ വർദ്ധിക്കുകയാണ്. കാരണം കടങ്ങളില്ല എന്ന ഒരു ആശയത്തിൽ തന്നെയാണ് ഈ കോൺഫിഡൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ അത് പടുത്തുയർത്തുന്നത്, വലിയ രീതിയിലേക്ക് അത് വിസ്തൃതമാകുന്നത്. അവരുടെ ഒരു ഉൽപ്പന്ന നിര, പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളടക്കം എവിടെയും തന്നെ പരാതികളില്ലാതെ അവർ മുന്നോട്ട് പോവുകയും രാജ്യത്തിനകത്തും പുറത്തും അത് പടർന്നു പന്തലിക്കുകയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരാൾ, വളരെ ആത്മവിശ്വാസത്തോടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞിരുന്ന ഒരാൾ, സോഷ്യൽ മീഡിയയിലടക്കം വളരെ സജീവമായിരുന്ന ഒരാൾ, പലപ്പോഴും നിരവധി പേർക്ക് പ്രചോദനമാകുകയും മുന്നോട്ട് ഈ ഗ്രൂപ്പിനെ തന്നെ മുന്നോട്ട് കൈപിടിച്ചു നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരാൾ പൊടുന്നനെ ഇല്ലാതാകുന്നു, സ്വയം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അത് എന്തിൻ്റെ പേരിലായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ അതിൽ 9 പേജ്, അതിനെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് കരുതാനാവില്ല എന്നതാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം അത് ലഭിച്ചത് മറ്റൊരിടത്തു നിന്നാണ്, ആത്മഹത്യ ചെയ്ത മുറിയിൽ നിന്നല്ല എന്നാണ് അവരുടെ ഒരു പരിശോധനയിലായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ തയ്യാറാക്കപ്പെട്ടതുമാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രൂപ്പിനെ അടക്കം മുന്നോട്ട് നയിക്കേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണം, ആര് ഇതിൻ്റെ സാരഥ്യത്തിലേക്ക് വരണം, ഇതെല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എത്തപ്പെടുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഒരാളോടും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് അത്രമാത്രം ഒതുക്കപ്പെട്ടതെങ്കിൽ അത് എന്ത് രഹസ്യമായിരിക്കണം, എന്താണ് അതിൻ്റേതായ ഒരു കാരണങ്ങൾ എന്നതെല്ലാമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇതിനുവേണ്ടി കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്, അവരോട് കൂടുതൽ വിശദമായിട്ട്. കാരണം ഈ ദിവസങ്ങളുടെ ഒരു ആഘാതം അവരിൽ സൃഷ്ടിക്കുന്ന വേദനകൾ, അവരുടെ ശൂന്യതകൾ അത് വളരെ വലുതാണ്. അപ്പോൾ അതിൽ നിന്ന് പതുക്കെയെങ്കിലും അവർ പുറത്തു കിടക്കുമ്പോൾ കുറച്ചെങ്കിലും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ
ഈ വ്യവസായ ലോകത്തിൻ്റെ ആശങ്കകൾ വലുതാണ്. ഈ ഉദ്യോഗസ്ഥരെ കരുവാക്കിക്കൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് ആരെങ്കിലും മാറുന്നുണ്ടോ, അങ്ങനെ ഒരു നീക്കങ്ങളുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വ്യവസായ ലോകത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം അവിടെ വന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുക്കും. ഈ ദിവസങ്ങളാകുമ്പോഴും ഒരു വിശദീകരണം, ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്തു നിന്ന് വേണ്ടപ്പെട്ട രീതിയിൽ ലഭിച്ചിട്ടില്ല എന്നതെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് എന്തായിരുന്നു അവിടുത്തെ പരിശോധനകളുടെ ഒരു ഉള്ളടക്കം എന്തായിരുന്നു, എന്തൊക്കെയാണ് അവർ അവിടെ പരിശോധിക്കാനായിട്ട് വന്നത്, അങ്ങനെ കൃത്യമായ രീതിയിലൊരു വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ വരേണ്ടതാണ്. പക്ഷേ ആ രീതിയിലേക്ക് ആദായ നികുതി വകുപ്പ് കടന്നിട്ടുമില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇതിൽ ദുരൂഹതകൾ അവശേഷിക്കുന്നുവെന്ന വിലയിരുത്തലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു വാർത്താ സമ്മേളനം കൊച്ചി കേന്ദ്രീകരിച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്നു. പക്ഷേ അതും അവസാന നിമിഷത്തിൽ അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡയറി കുറിപ്പുകളടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അതുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുമ്പോൾ ഇതിൽ കൃത്യമായ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നത് തന്നെയാണ്. ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കുമ്പോൾ അതാണ് പ്രധാനം. കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഡാനി, ഇപ്പോൾ ഈ ആത്മഹത്യ കുറിപ്പ് എന്ന തരത്തിൽ പുറത്തു വന്ന അത് പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ഇത്തരം അന്വേഷണങ്ങൾ അത്തരം സ്ഥിരീകരണങ്ങളിലേക്ക് പോലീസ് പോകാറില്ല. പക്ഷേ ഡയറി കുറിപ്പ് ലഭിച്ചു എന്നത് നിഷേധിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഡയറി കുറിപ്പിൽ വളരെ കൃത്യമായി അദ്ദേഹം തൻ്റെ പിൻഗാമിയെക്കുറിച്ച്, തൻ്റെ ജീവനക്കാരെ സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ച്, തനിക്ക് ലഭിക്കാനുള്ള പണത്തെക്കുറിച്ച്, താൻ കൊടുക്കാനുള്ള പണത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡയറി കുറിപ്പാണ് അത്. റോയിക്ക് നേരത്തെ തന്നെ ഈ റെയ്ഡുകളുമായി ബന്ധപ്പെട്ട് 3 മാസം മുമ്പ് ഡിസംബറിലാണല്ലോ റെയ്ഡ് ആരംഭിച്ചത്. ആ സമയം മുതൽ തന്നെ ഉണ്ടാകുന്ന മാനസിക സംഘർഷം കൃത്യമായി വരച്ചു കാട്ടുന്ന ഡയറി കുറിപ്പാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ലഭിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, റോയിയെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ, അല്ലെങ്കിൽ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട, വിദേശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളിൽ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നോ, അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ, അതിജീവിക്കാനാകാത്ത വിധമുള്ള പ്രശ്നങ്ങൾ ചെന്ന് ചാടിയോ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര കരുത്തനായ, എപ്പോഴും സന്തോഷിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യവസായി ഇത്തരമൊരു കടുകൈ ചെയ്യില്ലല്ലോ. രഞ്ജിത്ത്, അത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ജീവിതം ആഘോഷമാണെന്നും അത് ദുഃഖിച്ച് തീർക്കേണ്ടതല്ലെന്നും പൊരുതി നേടാനുള്ളതാണെന്നും എന്നെല്ലാം പറയുന്ന ഒരാൾ തന്നെയാണ് ഈ ജീവനൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് കാരണം എന്നതാണ്, അവിടെയാണ് അതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഒരു കനം വർദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ രീതിയിൽ ഈ ഫണ്ടിങ് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പുകളിൽ ഒരു വലിയ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും അവ്യക്തതകളുണ്ടോ? കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തിയത്? ഇതിലെ നിക്ഷേപകർ ആരെല്ലാമാണ്, ആരൊക്കെയാണ്, അതിൽ എത്രമാത്രമാണ്, അതിൽ ആരെല്ലാമാണ് ആ പേരുകാർ, അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണം ആ രീതിയിലുള്ളതായിരുന്നു എന്നതെല്ലാം തന്നെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ലാത്തതുമാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് ആദായ നികുതി വകുപ്പ് തന്നെയാണ്. ഈ ദിവസങ്ങൾ അത്രയായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലതാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അറിവ് വേണം. അതിൽ ഇപ്പോൾ നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇത് വ്യവസായ ലോകത്തെ വല്ലാതെ ഉലച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൽ കൂടുതൽ സങ്കീർണതകൾ നിലനിൽക്കുന്നു. അത് മാറ്റേണ്ടതും ഔദ്യോഗികമായി തന്നെയുണ്ട്. രാജ്യത്ത് തന്നെ വ്യവസായ ലോകത്തെ വലിയ രീതിയിൽ ചർച്ചകളിലേക്ക് കൊണ്ടുപോയതാണ്. കാരണം ഇതിൽ പ്രതിക്കൂട്ടിലേക്ക് ഒരുപക്ഷെ ആരോപിക്കപ്പെടുന്നത് ഈ കേന്ദ്ര ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഏജൻസികൾ, അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ വലിയൊരു വിഭാഗം ആരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. അതുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയാണ്. വൈകാതെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. വ്യവസായ ലോകത്തിന് മാത്രമല്ല, പൊതുമനസാക്ഷിക്ക് മൊത്തം അറിയണം എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വ്യവസായങ്ങളെയും സംരംഭങ്ങളെയും ഒക്കെ
വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന രാജ്യത്ത് CJ റോയിയെ പോലെ ഒരു വ്യവസായി എങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഒരുങ്ങി എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.